അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ 9ാമത്തെ പാഠമാണ് വിട്ടുവീഴ്ചയുടെ വിജയം. ഇതിനു മുന്നേ 8 പാഠങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ചയുടെ വിജയം നമുക്ക് നോക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടിപ്പോൾ 6 കൊല്ലമായി. മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് 6 കൊല്ലമായി. ഇതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ടു. നമ്മളും ഒരു സ്വപ്നം കാണാറില്ലേ രാത്രിയിൽ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതും കഅബയുടെ താക്കോൽ സ്വീകരിക്കുന്നതും ഉംറ ചെയ്യുന്നതുമായിരുന്നു സ്വപ്നം. എന്തായിരുന്നു സ്വപ്നം? ഇപ്പം ഞാൻ ഓരോ ഭാഗത്തും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്നും കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മസ്ജിദ് അൽ ഹറമിൽ പ്രവേശിക്കുന്നതും കഅബയുടെ താക്കോൽ സ്വീകരിക്കുന്നതും ഉംറ ചെയ്യുന്നതുമായിരുന്നു സ്വപ്നം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. എന്തായിരുന്നു സ്വപ്നം? ഇത് കേട്ടപ്പോൾ സഹാബികൾക്ക് ഉത്സാഹമായി. അങ്ങനെ ഹിജ്റ 6ാം വർഷം ദുൽഖഅദ മാസത്തിൽ അവർ ഉംറക്കായി മക്കയിലേക്ക് യാത്ര തിരിച്ചു. 6 വർഷത്തിന് ശേഷമാണ് മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ദുൽഖഅദ മാസത്തിൽ ഹിജ്റ 6ാം വർഷമാണ് മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. എന്തിനാണ് യാത്ര തിരിക്കുന്നത്? ഉംറയ്ക്ക് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്നു. മക്കയുടെ അടുത്ത് ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികൾ അവരെ തടഞ്ഞു. മക്കയുടെ അടുത്ത് ഹുദൈബിയയിൽ വെച്ചിട്ടാണ് ഖുറൈശികൾ അവരെ തടഞ്ഞത്. എവിടെ വെച്ചിട്ടാണ്? ഹുദൈബിയയിൽ. 1400 പേരടങ്ങിയ മുസ്ലിം സൈന്യത്തിന് തടയാൻ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്ത് മക്കയിൽ പ്രവേശിക്കാമായിരുന്നു. 1400 പേരടങ്ങിയ മുസ്ലിം സൈന്യത്തിന് തടയാൻ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്ത് മക്കയിൽ പ്രവേശിക്കാമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര ആളുണ്ടായിരുന്നു? 1400 പേരടങ്ങിയ മുസ്ലിം സംഘം. അവർക്ക് ഈ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് പോകാമായിരുന്നു. സഹാബികളെല്ലാം അതിനൊരുക്കവും ആയിരുന്നു. അത്രയും ആഗ്രഹിച്ചാണ് അവർ ഉംറക്കായിട്ട് പുറപ്പെടുകയും ചെയ്തത്. അവിടെ വെച്ച് വഴിയിൽ നിന്നാണ് ആര് തടഞ്ഞത്? ശത്രുക്കൾ തടഞ്ഞത്. പക്ഷെ അങ്ങനെ തടഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ആഗ്രഹിക്കാത്ത ഒരാളാണ്, ആഗ്രഹിച്ചിരുന്നുമില്ല. അപ്പോൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഞങ്ങൾ യുദ്ധത്തിനല്ല ഉംറക്ക് മാത്രമായി വന്നതാണെന്ന് മക്കക്കാരെ അറിയിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. എങ്ങോട്ട്? ശത്രുക്കളുടെ അടുത്തേക്ക്. അവർ എന്ത് ചെയ്തില്ല? വഴങ്ങിയില്ല. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെച്ചു. അവരുടെ അടുത്തേക്ക് പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പരക്കുകയും ചെയ്തു. അപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കരാർ ചെയ്തു. ഇതിന് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. ഈ ഒരു കരാറിന് മരണം വരെ ശത്രുക്കളോട് ഖുറൈശികളോട് പോരാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കരാർ ചെയ്തു. അതിനെയാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. ഈ വിവരം അറിഞ്ഞ ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയക്കുകയും സന്ധിക്ക് തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത കളവായിരുന്നു. അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കരാറിൻ്റെ ഈ ഒരു ബൈഅത്തുർ റിദ്വാൻ അറിഞ്ഞ ഖുറൈശികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയക്കുകയും അവരൊരു സന്ധിക്ക് തയ്യാറാവുകയും ചെയ്തു, ചർച്ചയ്ക്ക്.
എന്നാൽ അതിൽ വ്യവസ്ഥകൾ അധികവും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ചില വ്യവസ്ഥകൾ നോക്കൂ. അപ്പോൾ അതിൽ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ അധികവും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യവസ്ഥകൾ ആയിരുന്നു. ആ വ്യവസ്ഥകളിൽ ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? ഈ കൊല്ലം മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല, അടുത്ത കൊല്ലം പ്രവേശിക്കാം. ഈ കൊല്ലം മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല, അടുത്ത കൊല്ലം പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അത്രയും ആഗ്രഹിച്ചാണ് ഉംറയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോഴാണ് അവരിങ്ങനെ ഒരു വ്യവസ്ഥ വെക്കുന്നത്. രണ്ടാമത്തെ വ്യവസ്ഥ, ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ അവരെ തിരിച്ച് അയക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ, മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശി പക്ഷത്തേക്ക് വരുന്നവരെ മടക്കി വിടില്ല. ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. എന്നാലോ തിരിച്ച് മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശി പക്ഷത്തേക്ക് ആരെങ്കിലും വന്നാൽ അവരെ മടക്കി വിടുകയും ഇല്ല എന്നായിരുന്നു വ്യവസ്ഥ. പല സ്വഹാബികളും ചോദിച്ചു ഈ ഒരു വ്യവസ്ഥ കേട്ടപ്പോൾ, നബിയെ, നമ്മൾ ഹക്കിൻ്റെയും അവർ ബാത്തിലിൻ്റെയും ആളുകളല്ലേ, നമ്മളെ എന്തിനാണ് താഴ്ന്ന് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, പക്ഷേ സമാധാനം മാത്രം ആഗ്രഹിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിബന്ധനകളും അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉംറ ചെയ്യാതെ എല്ലാവരും മദീനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തു. ഈ ഉംറക്ക് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നു. ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല, ആ വർഷം ചെയ്യാൻ പറ്റിയില്ല, പിന്നീട് തിരിച്ചു പോയി അടുത്ത വർഷം വന്നിട്ടാണ് ചെയ്തത്. അതിനെയാണ് ഉംറത്തുൽ ഖളാ എന്ന് പറയുന്നത്. ഈ സംയമന കരാർ ഇസ്ലാം മുമ്പത്തേക്കാൾ വളരാൻ കാരണമായി. അവർ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഭയമില്ലാതെ പ്രബോധനം നടത്താൻ സാഹചര്യം ഉണ്ടായി. ഈ ഒരു സംയമന കരാർ കാരണം ഇസ്ലാം മുമ്പത്തേക്കാൾ വളർന്നു, ഭയമില്ലാതെ പ്രബോധനം നടത്തി. ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് മക്ക വിജയം നേടാൻ കഴിഞ്ഞതും ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ ആയിരുന്നു. ഇനി ഇവിടെ നമുക്ക് ഹുദൈബിയ സന്ധിയിലെ ഗുണപാഠങ്ങൾ നോക്കാം. ക്ഷമ, തന്ത്രം, വിട്ടുവീഴ്ച. ഗുണപാഠങ്ങൾ ക്ഷമ, തന്ത്രം, വിട്ടുവീഴ്ചയാണ് ഗുണപാഠങ്ങളിൽ. ക്ഷമ, തങ്ങൾക്ക് എതിരായിട്ടും നിബന്ധനകൾ അവർ അംഗീകരിച്ചു. തന്ത്രം എന്തായിരുന്നു? യുദ്ധം ചെയ്യാതെ സമാധാന കരാറുണ്ടാക്കി. വിട്ടുവീഴ്ചയോ, ഏറെ കൊതിച്ചു വന്നിട്ടും ആ കൊല്ലം ഉംറ ചെയ്യാതെ മടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹുദൈബിയ സന്ധിയിലെ ഗുണപാഠങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെ പ്രവർത്തനങ്ങളുണ്ട്. പ്രവർത്തനങ്ങൾ നോക്കാം. പൂരിപ്പിക്കാനാണ്. മുസ്ലിങ്ങളുടെയും ദേശിന്റെയും ഇടയിലാണ് ഹുദൈബിയ സന്ധി നടന്നത്. ആരുടെ ഇടയിൽ? ഖുറൈശികളുടെ ഇടയിൽ അല്ലെ, ആക്രമിക്കാൻ വന്ന ഖുറൈശികളുടെയും ഇടയിലാണ് ഹുദൈബിയ സന്ധി നടന്നത്. ഹിജ്റ എത്രാം വർഷത്തിലായിരുന്നു ഈ സന്ധി നടന്നത്? ഹിജ്റ 6-ാം വർഷം അല്ലെ. ഹിജ്റ 6-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉംറയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടത്. അപ്പോൾ വഴിയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അല്ലേ. മുസ്ലിങ്ങൾ ഡേഷ് പേരുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 1400 പേര് ഉണ്ടായിരുന്നു. ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തേത്, ഹുദൈബിയ സന്ധി ഇസ്ലാം കൂടുതൽ വളരാൻ കാരണമായി. ഹുദൈബിയ സന്ധി ഇസ്ലാം കൂടുതൽ വളരാൻ കാരണമായത് ശരിയാണ്. വ്യവസ്ഥകളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിരുന്നു. അത് തെറ്റാണല്ലേ. വ്യവസ്ഥകളെല്ലാം അനുകൂലമായിരുന്നു എന്നുള്ളിടത്ത് തിരുത്തി അവർക്ക് എതിരായിരുന്നു അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ആ വർഷം തന്നെ യുദ്ധം ചെയ്ത് മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിച്ചു. ആ വർഷം തന്നെ യുദ്ധം ചെയ്തോ? ഇല്ല, അത് തെറ്റാണ്. ആ വർഷം മക്കയിൽ പ്രവേശിക്കുകയും ചെയ്തില്ല. പിന്നെ അടുത്ത വർഷമാണ് അവർ മക്കയിലേക്ക് വന്നത് ഉംറയ്ക്കായിട്ട്. നാലാമത്തെ, സ്വഹാബികളെല്ലാം ആദ്യം തന്നെ സന്ധി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. സഹാബികൾക്കെല്ലാം ആദ്യം തന്നെ സന്ധി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. ഇല്ല, അവരാദ്യം എന്താ പറഞ്ഞത്? നമ്മൾ ഹക്കിൻ്റെയും അവർ ബാത്തിലിൻ്റെയും ആളുകളല്ലേ, നമ്മൾ എന്തിനാണ് താഴ്ന്നു കൊടുക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. അവർ തയ്യാറായിരുന്നു എന്തിന്? യുദ്ധത്തിന്. അപ്പോൾ അത് തെറ്റാണ്. ഇനി ചർച്ച ചെയ്യുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമാണോ സമാധാനമാണോ ഇഷ്ടപ്പെട്ടിരുന്നത്? സമാധാനമാണ് അല്ലേ. ഈ ചരിത്രത്തിൽ നിന്നും എന്താണ് മനസ്സിലായത്? ക്ഷമ,
തന്ത്രം വിട്ടുവീഴ്ചയിലൂടെയൊക്കെ നമുക്ക് വിജയം നേടാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ.